മച്ചൂസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ഷോപ്പിൻ്റെ മുന്നിലേ ഒരു ചേതക്ക് വണ്ടി പഴയത് കയറ്റി വെച്ചിനി. അപ്പോൾ ഷോപ്പൊന്ന് നന്നാക്കി എടുത്തപ്പോൾ ഒക്കെ ഞാനത് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിച്ചിനി. അത് ഞാൻ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് അപ്പോൾ അതൊക്കെ കൊണ്ടടക്കാന്നുള്ളൊരു രൂപത്തിലേക്ക് ആക്കിയിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ശരിയാക്കിയിട്ടുണ്ട്. ഇതെൻ്റെ ബാക്കിൽ ഇതേ കാണുന്ന ഒരു നിഴല് പോലെ കാണുന്നൊരു സംഭവം അവനാണ് ഇപ്പോൾ ചേതക്ക്. അതെങ്ങനെയൊക്കെയാണ് പരിപാടി എന്നൊക്കെ ഞാൻ പെയിൻ്റ് അടിച്ചതും കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ചിലപ്പോൾ പറയണം കേട്ടോ. സംഭവം കളറായിണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് ഒന്ന് പറയണം. ഓക്കെ, അതൊന്ന് കാട്ടിത്തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ കൊണ്ടുവച്ച കോലം, വാഴക്കല വയ്പ്പിക്കാൻ വെച്ച മാതിരി ഞാനിത് പൊതിഞ്ഞൊക്കെ കൊണ്ടുവച്ചതാണ് അന്ന്. ഇനിയിപ്പോൾ രാവിലെ തന്നെ കൊണ്ടു ചെല്ലാനും പറഞ്ഞാണ്. ഇത് പോണ സമയത്ത് ഇനി ഇത് സ്റ്റാർട്ടാവാതെ സുയിപ്പാക്കൂലായിരിക്കും. ഇവൻ നമ്മുടെ പടക്കുതിരയാണ്. DQ ജെൻസ് ഷോപ്പ് തുടങ്ങിയപ്പോൾ അതിൻ്റെ മുകളിൽ ഷോക്കി വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്ട് കൊണ്ടുവച്ചായിരുന്നു. അന്ന് റണ്ണിങ് കണ്ടീഷൻ ഒന്നും അല്ലായിരുന്നു. ഇപ്പം ഞാൻ ചെറിയ പണിയൊക്കെ എടുപ്പിച്ച് റണ്ണിങ് കണ്ടീഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവനൊന്ന് പെയിൻറ്റിലൂടെ കുളിപ്പിച്ചിട്ട് നമുക്കൊന്ന് റോഡിലൂടെ ഒന്ന് കുടിച്ച് പായണം. അതിനുള്ളൊരു ഏർപ്പാടിലേക്ക് നമ്മൾ പോയി. സ്റ്റാർട്ടിങ്ങിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നു. നമുക്ക് നോക്കുക. ഇവൻ എങ്ങനെയൊക്കെ ആക്കിയാൽ ഇത് സ്റ്റാർട്ടാവുള്ളൂ കേട്ടോ. നല്ലൊന്ന് ശരിക്കണം. കുറേ ദിവസം നിർത്തിയിട്ടാൽ ശരിച്ചാൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടും. യേശോ ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല, വേറെ പണിയൊന്നുമില്ല. തൊഴഞ്ഞേ ഇപ്പം അതൊക്കെ കണ്ട് കൊണ്ടു ചെല്ലുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ കളർ തന്നെ ഇവിടെ അങ്ങോട്ട് അടിച്ചുകൊണ്ട് ഈ വൈറ്റ് ഒന്ന് ക്ലിയർ നല്ലതാക്കിയിട്ട് ക്ലിയർ അടിച്ചാൽ കിട്ടുമോ? ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ കളർ മാത്രം ഒന്ന് അടിച്ച് ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളറിൻ്റെ. ഈ വെയിലത്ത് ഒരു 2-3 കൊല്ലം മുറിച്ചിട്ട് ഇങ്ങനെ വൈറ്റ് അടിക്കണം. വൈറ്റ് നല്ല എന്നിട്ട് ക്ലിയർ അടിച്ചാൽ ഞാൻ മതിയാവോ? കിട്ടുമോ? അല്ല, ഇതിൻ്റെ മുകളിൽ തന്നെ അടിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് കറക്റ്റായിട്ട് തന്നെ അടിക്കണം. കിട്ടൂലല്ലേ? ഇവനെ ഒന്ന് നല്ല കുളിപ്പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വാട്ടർ സർവീസ് ചെയ്ത് കൊണ്ടുവരാനും പെയിൻറ്റൊക്കെ എത്ര മേടിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്തിട്ട് കൊണ്ടുവരാം. കുറേ മുന്നേ മീഡിയൻ്റെ മുകളിൽ എടുക്കാൻ ആ ബായിനോട് ഞാൻ എനിക്കറിയണം ഹിന്ദിയിൽ അരേ ബായ് എന്ന് പറഞ്ഞിട്ട് അവനോട് വണ്ടി കഴുകാൻ വേണ്ടി പറഞ്ഞിട്ട് ഇനി ഓനാ എന്തൊക്കെയാ കാട്ടിയൊക്കെ അറിയില്ല. പോകുമ്പോഴത്തിനോ ഏതേ കൊട്ടയെ കൊണ്ടുപോയിക്കാണ്ട് പൊളിക്കാൻ കൊടുക്കുമെന്ന് അറിയില്ല. പോയസണാവും എന്ന് അറിഞ്ഞുകൊണ്ട് പോയോക്കട്ടെ. പെയിന്റ് കൊണ്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ വണ്ടി കാണുമോന്ന് അറിയില്ല. കഷ്ടപ്പെട്ട് വന്നിട്ട് പീടിയ തുറന്നില്ല. നമുക്ക് നമ്പറിലൊന്ന് വിളിച്ചു നോക്കിയാലോ? മൂപ്പരെ വിളിച്ചപ്പോൾ പറഞ്ഞതേ നാളെ രാവിലെ തന്നെ അങ്ങോട്ട് പോരീന്നാണ്. ഞാൻ പറഞ്ഞ ഹിന്ദി ബാക്കി മനസ്സിലായില്ലെന്നൊക്കെ തോന്നുന്നത്. ഇത് പെയിൻറ്റ് കിട്ടിയില്ല വെച്ചാലും ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ നല്ല ഉഷാറായി കഴുകിയ പോലെയൊക്കെ ഇത് തോന്നുന്നുണ്ട്. നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് പെയിൻറ്റ് അടിക്കണം.
ഇന്നിപ്പോൾ ഊരാനുള്ളതൊക്കെ ഊരിങ്ങാണ്ട് ഒരതാനുള്ളതൊക്കെ ഒരുതി കൊടുത്താൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് രാജീവേട്ട അത് ഫില്ലറൊക്കെ അടിച്ച് വെച്ചോളൂ. എന്നാൽ നേരം വെളുത്താൽ പീടി തുറന്നാൽ പിന്നെ ആ പെയിൻറ്റ് മേടിച്ചിട്ട് കൊടുത്താൽ പെയിൻ്റ് അടിയാണ് തുടങ്ങാലോ. അപ്പോൾ അത് ഉസാറാക്കി എടുക്കുക. ഇവിടെ ചേതൊക്കെ ഫില്ലറൊക്കെ അടിച്ച് കഴിഞ്ഞ് കുട്ടപ്പനായി നിൽക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഈ ഏരിയ പിങ്ക്, ഇവിടെ ഐവറി കൂടി ഈ ഭാഗം മുഴുവൻ ഐവറി, അങ്ങനെയൊക്കെയാണ് നമ്മൾ കളർ ചെയ്യാൻ പോണത്. കളർ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെന്നൊന്നും നമുക്ക് നോക്കിക്കളാം. രാജീവേട്ടൻ പെയിൻറ്റ് ചെയ്യാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ സെറ്റാവും ഒക്കെ. പച്ചമരം നമ്മൾ അടിക്കാൻ പോണ പെയിൻ്റ് അത്. ഇത് പിങ്ക് കളറും മിൽക്ക് ഐവറി എന്ന് പറഞ്ഞ ഒരു വൈറ്റും ഐവറി അല്ലാത്തൊരു കളറാണ്. ഇതെല്ലാം കൂടെ പിന്നെ ഇത് ക്ലിയറാണ്. ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ആവും എന്നൊക്കെ പറഞ്ഞാണ് ക്ലിയർ മേടിക്കുന്നത്. എല്ലാം കൂടെ അടിച്ചിട്ട് ഉഷാറാക്കിക്കാണ് നമുക്ക്. തിന്നറാണ് ഇതെന്താ ക്ലിയറാണ്. ഏറ്റവും ലാസ്റ്റ് അടിക്കണല്ലേ? ഇത് ലാസ്റ്റ് ക്ലിയർ. ആ ഇതൊക്കെയോ? ഇത് ആർണർ. ഇത് ക്ലിയർ കൂട്ടണതാണ്. ക്ലിയറിൽ കൂട്ടണ. ആ ക്ലിയറിൽ കൂട്ടണ റേസിങ് കൂടാൻ വേണ്ടിയിട്ടാ. ക്ലിയറിന് മിക്സിങ് ചെയ്യാൻ. ആ അജിയേട്ടൻ്റെ തോക്ക് എടുക്കുന്നുണ്ട്. തോക്കിൽ ഉണ്ട നിറയ്ക്കാനുള്ള പരിപാടിയാണ്. രാജീവേട്ടൻ എപ്പോഴും വെള്ളടി തുടങ്ങി. വെള്ളയടി തുടങ്ങി. വെള്ളയടിക്കുന്നു. അടുത്തത് നമ്മൾ ഐവറി അടിക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്. ഇനി പിങ്കാണ് അടിക്കാനുള്ളത്. നമ്മളൊരു കളർ അടിക്കുമ്പോൾ പല അഭിപ്രായമല്ലേ വരിക. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ കൂടി എല്ലാവരും കൂടെ പറയാം പച്ചക്കറി പീടിയേക്ക് നോക്കിയ മാതിരി ഉണ്ടല്ലോ വണ്ടി കണ്ടിട്ട് എന്നാണ്. അതന്നെയാവും ഇപ്പോൾ ചിലപ്പോൾ സംഭവിക്കുക. നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ അടിച്ച് കഴിഞ്ഞിട്ട് എന്താ ആവുക. പിങ്ക് അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഉണ്ടാവില്ല ചേട്ടാ. ഇത് അടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് കാണാനുള്ളൊരു ആവേശം നല്ല ഉണ്ട് കേട്ടോ. രാജീവേട്ടൻ എന്താ പറയുന്നത് വെച്ചാൽ ക്ലിയറും കൂടെ അടിച്ച് അതിൻ്റെ മൊഞ്ചൊന്ന് വേറെ തന്നെ ആവുന്നതാണ്. ഇങ്ങോട്ട് ഈ ക്ലിയർ അടിക്കാൻ മൂപ്പർക്ക് എന്തോ ഒരു ആവേശം ഞാൻ വേറെ തന്നെ കാണുന്നുണ്ട്. ഈ ക്ലിയർ അടിച്ച് വരുന്നതിനനുസരിച്ച് വണ്ടി നല്ല ഉഷാറായി മിന്നി തിളകള പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടി പൊളിക്കുമ്പോൾ അങ്ങനെ നമ്മളെ മാറ്റ് ബ്ലാക്കും അടിച്ചിട്ട് എങ്ങനെ നമുക്കിത് കണ്ട് ഫിറ്റാക്കി നോക്കാം. അങ്ങനെ ഉണ്ടാവും നോക്കാം. ഫിറ്റിങ്സൊക്കെ നമ്മൾ സടപടേന്നാണ് തീർത്തത്. ഇനി നമ്മുടെ ഇത് വയറിങ്ങിൻ്റെ ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. അതിന് വേണ്ടി പോവുകയാണ്. ചെറിയ കറണ്ടിൻ്റെ ഒരു പ്രശ്നം. അതും കൂടെ പണി തീർത്താൽ നമ്മുടെ വണ്ടി പുളപ്പനായി. ആകെ 4 ബൾബ് മാറ്റാൻ മാത്രമേ ഉള്ളൂ. വണ്ടീൻ്റെ പണിയൊക്കെ തീർത്തുകൊണ്ട് നമ്മൾ ഉസാറാക്കിയിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇതൊക്കെ കൂടി എങ്ങനെ ആയി നിന്നു. നമ്മളെ ചേതൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. കളറൊക്കെ പൊടിയല്ല മച്ചവരെ. ഇതൊക്കെ ഇവനെമ്പോഴേ കുളിപ്പിച്ച് കണ്ട് മച്ചൂസ് വ്ളോഗിൻ്റെ പുതിയ സാരഥി ആള്. എങ്ങനെയുണ്ട്? നല്ല കുറ്റിയറപ്പും നല്ല പുള്ളിങ്ങാണ്. അങ്ങോട്ട് വിട്ടാണ്ടല്ലോ ആരും വിടലാണ്.
ഇവിടെ കുട്ടപ്പൻ്റെ വീഡിയോ അങ്ങനെ ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. കായും മണി മുടക്കാലെന്താ എന്തിട്ടാ സാരം, അടിപൊളി വണ്ടി എന്താ ഓടുമ്പോൾ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് സഹായിക്കുക. ഓക്കെ, അപ്പോൾ ബൈ. അടുത്ത